ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ റെസിപ്പി ഹാഫ് മൂൺ പൈ ആണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഹാഫ് മൂൺ പൈ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 100 ഗ്രാം പനീർ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു സവാള ഉള്ളി അതും ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഒരു അര കപ്പാണ് ഇത് ക്യാപ്സിക്കം അതും അര കപ്പ് അതും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത്. ഒരു 2 പച്ചമുളക് അതും ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഏരിയ അനുസരിച്ച് പച്ചമുളക് എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്യണം. നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. പാൻ ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്കതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കുന്നു ഇളക്കി കൊടുക്കാം. കൂടെ തന്നെ നമ്മുടെ സവോളയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉള്ളി ഒന്ന് ട്രാൻസ്ലൂസൻ്റ് ആകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് ആയിട്ടുണ്ട് നമുക്കത്. ഇനി നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തിട്ട് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, ഉപ്പ് ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് പനീർ ചേർത്ത് കൊടുക്കാം. നമ്മൾ 100 ഗ്രാം പനീർ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ പനീർ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒരു ടേബിൾ സ്പൂൺ അനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കണം. നമ്മുടെ ക്യൂബായിട്ടാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾ ഒരു കിറ്റും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇതുപോലെയാണ് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. തൈരിൻ്റെ മോയ്സ്ചർ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇളക്കി കൊടുക്കാം നന്നായിട്ട്. കൂടെ അല്പം ക്രീം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. കുറച്ച് ചീസ് ഇട്ട് കൊടുക്കാം. ചീസ് ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഈ സ്റ്റഫിങ്സ് ഒന്ന് ബൈൻഡ് ആയിക്കോളും. ഇപ്പം നമ്മുടെ സ്റ്റഫിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഡോ ഉണ്ടാക്കാം. ഇപ്പം മല്ലിയില അരിഞ്ഞതൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഇളക്കി സ്റ്റവ് ഓഫ് ചെയ്യാം. രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ചതിന് ശേഷം ഇച്ചിരി ബട്ടർ ചേർത്ത് കൊടുക്കാനകത്തേക്ക് നമുക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 2 കപ്പ് മൈദ ചേർക്കണം. മൈദ ചേർത്തതിന് ശേഷം നമുക്ക് കൈ നിർത്താതെ ഇളക്കി കൊടുക്കണം നന്നായിട്ട്. നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം. നന്നായിട്ട് അത് ഇളക്കി കൊടുക്കണം. നമ്മൾ കൈ നിർത്താതെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഇത് ഞാൻ ഒരു പാത്രം തൊട്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല ചൂടാണ്.
ഈ ചൂടൊന്ന് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്നുകൂടെ ഒന്ന് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കണം. ചൂട് ഒത്തിരി അങ്ങ് മാറാൻ പാടില്ല. ഒരു ചെറിയ ചൂടത്തിൽ നമുക്ക് തൊടാൻ പറ്റുന്ന ചൂടിൽ നമുക്കിത് ഒന്നുകൂടെ ഒന്ന് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കണം. 15 മിനിറ്റ് നമുക്കിതൊന്ന് വെയിറ്റ്. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തൊടാൻ പറ്റാവുന്ന വിധത്തിലുള്ള ചൂടേ ഉള്ളൂ ഇപ്പോൾ ഇത്. അതുകൊണ്ട് നമുക്കിതൊന്ന് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതവിടെ നന്നായിട്ട് ഞാനിവിടെ ഇപ്പം നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റുന്ന പരുവത്തിലുള്ള ചൂടേ ഉള്ളൂ. ആ പരുവമാകുമ്പോൾ നമ്മളിത് കുഴച്ചെടുത്തിരിക്കണം. കുറച്ച് ചൂടെങ്കിലും വേണം, അല്ലെങ്കിൽ തണുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ മൈദ ശരിയായിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റില്ല. നമ്മുടെ കൈയുടെ ബാക്ക് സൈഡ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് വേണം എടുത്ത് നന്നായിട്ടൊന്ന് സോഫ്റ്റാക്കി ഒരു സോഫ്റ്റ് ഡോ നമുക്ക് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, റെസിപ്പി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് വീഡിയോ കാണുക. കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് എപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതായിപ്പോൾ നമ്മുടെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതുപോലെ കുറച്ചായിട്ട് നമ്മുടെ കയ്യിലേക്ക് എടുത്തിട്ട് ഒന്നൊരു ബോളായിട്ട് ഒരു ചെറിയൊരു ബോൾ ആയിട്ട് നമുക്കിത് ആക്കിയെടുക്കാം. ചപ്പാത്തി പരത്തുന്ന കല്ലിലേക്ക് നമുക്ക് ഇതുപോലെ പൊടിയിട്ട് കൊടുത്തിട്ട് നമുക്കിതുപോലത്തൊക്കെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. നമ്മൾ റോളർ പിന്ന് വെച്ച് നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ തന്നെ നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. നമുക്കിത് എങ്ങനെ വേണമെങ്കിലും പരത്തിയെടുക്കാം. ചെറിയ ബോൾസായിട്ട് എടുത്തിട്ട് ഇത് പരത്തുമോ, അല്ലെങ്കിൽ വലിയ ബോൾസ് എടുത്തിട്ട് വലിയ ചപ്പാത്തിയായിട്ട് നമുക്കിത് പരത്തിയെടുത്തിട്ട് നമുക്കിതുപോലെ ഒരു കട്ടോരി വെച്ചിട്ട് ഞാനിവിടെ ഇപ്പോൾ കാണിച്ചു തരുന്നുണ്ട്. ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ്സോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു കട്ടോരിയോ വല്ലതും വെച്ചത് ഇതുപോലെ ഒന്ന് മുറിച്ച് നമുക്കിതൊരു ചെറിയൊരു പൂരിയുടെ ഷേപ്പിൽ നമുക്ക് കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ മുറിക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പരത്തുമ്പോൾ ഈവനായിട്ട് നമുക്ക് കിട്ടത്തില്ല. അതിൻ്റെ സൈഡൊക്കെ നമുക്ക് ഷേപ്പ്ലെസ് ആയിട്ട് കിട്ടിക്കും. അതുകൊണ്ടാണ് നമ്മളിതിങ്ങനെ മുറിച്ചെടുക്കുന്നത്. ഇത് ഞാനിവിടെ കുറച്ച് മാവേറെ എടുത്തിട്ട് നമുക്കിത് വലിയൊരു ചപ്പാത്തിയായിട്ട് പരത്തിയതിന് ശേഷം നമുക്കിത് 1-2 പീസൊക്കെ ആയിട്ട് നമുക്കിത് മുറിച്ചെടുക്കാൻ പറ്റും. ഞാനിവിടെ ഇതുപോലെ കാണിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എളുപ്പം 2-3 ഒക്കെ ഒരുമിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനി നമുക്കിതെങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത്, നമുക്കിത് ഫ്രൈ ചെയ്യുന്നത് നോക്കാം. നമ്മളിതുപോലെ ഓരോന്നിൻ്റെ നടുഭാഗത്തേക്ക്, ഓരോ ചെറിയ പൂരിയുടെയും നടുഭാഗത്തേക്ക് നമുക്കിതുപോലെ ഫില്ലിങ്സ് വെച്ച് കൊടുത്തതിന് ശേഷം ഗ്ലൂ തേച്ച് കൊടുക്കണം. ഗ്ലൂവിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് മൈദ എടുത്തിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചത് ഒരു ലിക്വിഡാക്കി ഒരു സ്ലറിയാക്കി എടുത്തിട്ടാണ് ഞാനിതിൻ്റെ ഗ്ലൂ ആയിട്ട് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കും അതുപോലെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. വെള്ളം വേണമെങ്കിലും തേച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ മൈദ ലിക്വിഡാക്കിയതിന് ശേഷം നമുക്ക് അത് തേച്ച് കൊടുത്ത് നമുക്കൊരു ഗ്ലൂ പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതുപോലെ നടുഭാഗത്തേക്ക് നമുക്ക് ഫില്ലിങ് വെച്ചതിന് ശേഷം ഇത് എങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നത് നോക്കുള്ളൂ. ഇതുപോലെ നമ്മളൊരു ഒരു പകുതി മൂണിൻ്റെ ഷേപ്പിൽ നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ, മൈദ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്കിത് നന്നായിട്ടിത് ഒട്ടിച്ചു കൊടുക്കാൻ പറ്റും. ഫ്രിഡ്ജിൽ നമുക്ക് ഫ്രീസ് ചെയ്യാവുന്നതാണ്. ഫ്രീസറിൽ വെച്ചിരുന്നാൽ നമുക്ക് ഒരാഴ്ചയൊക്കെ നമുക്കിത് വെച്ചിരുന്ന് നമുക്ക് യൂസ് ചെയ്യാം. ഇത് റംസാൻ സമയത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു റെസിപ്പിയാണ്. ഇത് നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി എല്ലാ ഫില്ലിങ്ങൊക്കെ ഫില്ല് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കിത് നോമ്പ് തുറക്കുന്ന അല്ലെങ്കിൽ ഇഫ്താർ സമയമാകുമ്പോഴത്തേനും നമുക്കിത് ഫ്രൈ ചെയ്യാൻ ഏറ്റവും എളുപ്പമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ പ്രയോജനപ്പെടുന്ന രീതിയിലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ കുറച്ച് ഇതുപോലെ 5-8 എണ്ണം ഞാനിതുപോലെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി ഞാനിവിടെ ഒരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. ഞാനിവിടെ ഒരു മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്കൊരു 1/2 കപ്പോളം പാലൊഴിച്ച് കൊടുക്കാം. കൂടെ അല്പം ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസും കൂടി എടുത്ത് വയ്ക്കാം. നമ്മുടെ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഹാഫ് മൂൺ പൈ നമുക്ക് ഇതുപോലെ
മുട്ടയുടെ ലിക്വിഡിലേക്ക് നമുക്ക് ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് നമുക്കൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതൊക്കെ നമുക്കിതുപോലെ ഒന്ന് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്ത് നമുക്കെടുത്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് സമയത്തേക്ക് ഒരു 10-15 മിനിറ്റ് സമയത്തേക്ക് നമുക്കൊന്ന് ഫ്രിഡ്ജിലേക്കൊന്ന് വെക്കണം. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നമ്മളുടെ ഈ ബ്രെഡ് ക്രംസൊക്കെ ഒന്ന് നമ്മുടെ ഇതിലേക്കൊന്ന് സെറ്റ് ആയിക്കോളും. അതിനായിട്ടാണ് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നത്. ഞാനിതെല്ലാം ഒന്ന് തയ്യാറാക്കിയതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു 15-20 മിനിറ്റിന് ശേഷം ഞാനത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നമുക്കിനി ഇത് ഫ്രൈ ചെയ്യാം. എണ്ണ ചൂടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ഓരോന്നായി നമുക്ക് ഇട്ട് കൊടുക്കാം. എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് എല്ലാം ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറേശ്ശെയായിട്ട് ഇവിടെ ഒരുമിച്ചിട്ട് കൊടുക്കണം. ഇത് ഒരു സൈഡൊന്ന് ആയി വരുമ്പോഴേക്കും നമുക്ക് മറ്റേ സൈഡ് തിരിച്ചിട്ട് കൊടുത്ത് രണ്ട് സൈഡും നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെയിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടോ, ഇപ്പോൾ ഒരു സൈഡ് നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കിതുപോലൊരു നല്ലൊരു കളറിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനൊരു ബാച്ച് ഉണ്ടാക്കിയെടുത്തു. അതുപോലെ തന്നെ മറ്റേ ബാച്ചും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഞാനിതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് എല്ലാം ഞാൻ ഫ്രൈ ചെയ്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഹാഫ് മൂൺ പൈ നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. അതുപോലെ ഈവനിങ് സ്നാക്കായിട്ടും ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ഇഫ്താറിനൊക്കെ എടുക്കാൻ പറ്റിയ ഒരു ഈ സ്നാക്കാണിത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇനിയൊരു ഇതുപോലുള്ള റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നമസ്കാരം. കണ്ടോ, ഇതിൻ്റെ സൗണ്ട് കേട്ടോ, നല്ല ക്രിസ്പിയാണ്. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.